സർപ്പസത്ര സമാപ്തി. സൂതൻ പറഞ്ഞു. ആസ്തികന്റെ അത്ഭുത മാഹാത്മ്യങ്ങൾ അവിടെ കേൾക്കുമാറായി. ജനമേജയൻ വരം നൽകുന്ന നേരത്ത് ഇന്ദ്രൻ കൈവിട്ട തക്ഷകൻ അഗ്നിയിൽ വീഴാതെ ആകാശത്ത് നിരാലംബമായി നിന്നു. ഇത് കണ്ടപ്പോൾ ജനമേജയൻ ചിന്തയിൽപ്പെട്ടു. കത്തിക്കാളുന്ന തീയിൽ വിധിപ്രകാരം ഹോമിക്കുമ്പോഴും ഭീതനായി നിൽക്കുന്ന തക്ഷകൻ അഗ്നിയിൽ വീഴാതെ നിന്നുവല്ലോ, അത്ഭുതം തന്നെ. ശൗനകൻ പറഞ്ഞു. മന്ത്രജ്ഞരായ ദ്വിജന്മാർക്ക് മന്ത്രം തോന്നാതെയായോ? എന്താണ് തക്ഷകൻ അപ്പോൾ തീയിൽ വീഴാതിരിക്കുവാൻ കാരണം? സൂതൻ പറഞ്ഞു. പെട്ടെന്ന് ഇന്ദ്രൻ വിട്ടപ്പോൾ ബോധം കെട്ടുഴലുന്ന തക്ഷകനോട് ആസ്തികൻ 3 പ്രാവശ്യം നിൽക്കൂ 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 എന്ന് വിളിച്ചു പറഞ്ഞു. ഉടനെ തക്ഷകൻ കീഴോട്ട് വീഴാതെ അന്തരീക്ഷത്തിൽ നിന്നു. സ്വർഗത്തിനും ഭൂലോകത്തിനും മധ്യത്തിൽ ആകാശത്തു നിൽക്കുന്ന ഒരു മനുഷ്യനെ പോലെ നിന്നു. ഇതു കണ്ട് സദസ്യർ പറഞ്ഞതു കേട്ട് രാജാവ് ആസ്തികന്റെ അഭീഷ്ടം അർപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ജനമേജയൻ പറഞ്ഞു. എന്നാൽ ക്രിയ അവസാനിപ്പിക്കട്ടെ, പന്നകങ്ങൾക്ക് അനാമയമുണ്ടാകട്ടെ, ആസ്തികൻ സന്തോഷിക്കട്ടെ. ബ്രാഹ്മണൻ നിമിത്തം യാഗം മുഴുമിക്കുകയില്ലെന്നുള്ള മൂത്താശാരിയുടെ വാക്ക് സത്യമാകട്ടെ. സൂതൻ പറഞ്ഞു. ഉടനെ ഹർഷസൂചനമായ ഹലഹലാ ശബ്ദമുണ്ടായി. അപ്പോൾ രാജാവ് ആസ്തികന് വരം നൽകി. അങ്ങനെ ജനമേജയന്റെ യാഗം നിർത്തിവെച്ചു. രാജാവ് സന്തോഷിച്ച് ഋത്വിക്കുകൾക്കും സദസ്യർക്കും മറ്റുള്ളവർക്കും 10ഉം 100ഉം 1000ഉം സംഖ്യവീതം യഥായോഗ്യം നൽകി. ലോഹിതാക്ഷൻ എന്ന സുതസ്ഥപതിക്ക് ആശാരിക്ക് ആ മഹാപ്രഭു വളരെ ദാനങ്ങൾ നൽകി. അവനാണല്ലോ ഒരു വിശുദ്ധ ബ്രാഹ്മണൻ കാരണം സർപ്പസത്രം മുടങ്ങുമെന്ന് ആദ്യം പറഞ്ഞത്. അതുകൊണ്ട് അവന് കൂടുതൽ ധനം നൽകി. അന്നവസ്ത്രാദികളോടു കൂടിയാണ് അവന് മഹാധനം ദാനം ചെയ്തത്. അത്ഭുതവിക്രമനായ അവനിൽ രാജാവ് പ്രീതനായി. പിന്നെ രാജാവ് അവഭൃത സ്നാനം വിധിപ്രകാരം ചെയ്തു. പ്രീതിയോടുകൂടി കൃതാർത്ഥനായി രാജാവ് ആസ്തിക ബ്രാഹ്മണനെ സൽക്കരിച്ച് മാനിച്ച് ഗൃഹത്തിലേക്ക് അയച്ചു. പോകുമ്പോൾ ജനമേജയ രാജാവ് ആസ്തികനോട് പറഞ്ഞു. അടുത്തു തന്നെ എന്റെ അശ്വമേധയാഗമുണ്ടാകും. അതിൽ ഭവാൻ വരണം. അതിൽ സദസ്യനാവുകയും വേണം. അപ്രകാരമാകാമെന്ന് ആസ്തികനും രാജാവിനോട് സസന്തോഷം ഏറ്റുപറഞ്ഞു. ആസ്തികൻ ആനന്ദത്തോടെ സ്വന്തം കാര്യം നിറവേറ്റി രാജാവിനെ സന്തോഷിപ്പിച്ച് മോദത്തോടെ പോന്ന് അമ്മയെയും അമ്മാവനെയും കണ്ടുവന്ദിച്ച് വൃത്താന്തങ്ങളെല്ലാം ധരിപ്പിച്ചു. ഈ വൃത്താന്തമെല്ലാം കേട്ട് ഭയമോഹാദികൾ തീർന്ന നാഗങ്ങൾ നന്ദിയോടെ ആസ്തികനിൽ പ്രീതരായി. ഇഷ്ടമുള്ള വരം ആവശ്യപ്പെട്ടുകൊള്ളുവാൻ ആസ്തികനോട് പറഞ്ഞു. ആസ്തികൻ പറഞ്ഞു. സന്ധ്യയ്ക്കും പുലർച്ചയ്ക്കും ആത്മശുദ്ധിയോടുകൂടി ദ്വിജന്മാരും മറ്റുള്ളവരും ഈ എന്റെ ധർമാഖ്യാനം ചൊല്ലുന്നതായാൽ നിങ്ങൾ മൂലമുള്ള ഭയം അവർക്കുണ്ടാകരുത്. സൂതൻ പറഞ്ഞു. ഇത് കേട്ട് അവർ സന്തോഷത്തോടെ ഭാഗ്നേയനോട് പറഞ്ഞു. ഈ വരം നിനക്ക് സിദ്ധമാണ്. പ്രീതിയോടുകൂടി നിന്റെ ആഗ്രഹം ഹേ ഭാഗ്നേയ ഞങ്ങൾ നിർവഹിക്കും. സുനീതനെയും അസിതനെയും ആർത്തിമാനെയും സ്മരിക്കുന്നവന് രാവും പകലും അഹിഭയം വരുന്നതല്ല. ജരൽക്കാരുവിൽ ജനിച്ച കീർത്തിമാനായ ആസ്തികൻ സർപ്പസത്രത്തിൽ സർപ്പങ്ങളെ രക്ഷിച്ചുവല്ലോ. അവനെ ചിന്തിക്കുന്നവനെ ഹേ മാന്യനാഗങ്ങളെ നിങ്ങൾ ഹിംസിക്കരുത്. ഹേ മഹാവിഷസർപ്പമേ, പോയാലും നിനക്കും ഭദ്രം ഭവിക്കട്ടെ. ജനമേജയ സത്രത്തിൽ ആസ്തികൻ പറഞ്ഞത് ഓർക്കുക. ഇപ്രകാരമുള്ള ആസ്തിക വാക്കു കേട്ടിട്ടും സർപ്പം പിന്മാറുന്നില്ലെങ്കിൽ ശിംശവൃക്ഷത്തിന്റെ ഫലം എന്ന പോലെ അവന്റെ തല 100ആയി പൊട്ടിത്തെറിക്കും. ഇപ്രകാരം വരം നാഗേന്ദ്ര മുഖ്യന്മാർ ചേർന്ന് അനുഗ്രഹിച്ചു പറഞ്ഞപ്പോൾ ആ ദ്വിജേന്ദ്രൻ വളരെ പ്രീതനായി പോകുന്നതിന് തീരുമാനിച്ചു. സർപ്പസത്രത്തിൽ നിന്നും സർപ്പങ്ങൾക്ക് മോക്ഷം കൊടുത്ത് ദ്വിജോത്തമനായ ആസ്തികൻ പുത്രപൗത്രാന്യുതനായി വളരെ കാലം ജീവിച്ചതിന് ശേഷം സിദ്ധി നേടി. ഇങ്ങനെ ചേർന്ന പോലെ ഞാൻ ആസ്തിക ആഖ്യാനം പ്രസ്താവിച്ചു. ഈ ആഖ്യാനം പറഞ്ഞാൽ സർപ്പഭയം ഒരിക്കലും പറ്റുന്നതല്ല. സൂതൻ പറഞ്ഞു. ഹേ ബ്രാഹ്മണ, നിന്റെ പൂർവപുരുഷനായ പ്രമതിദ്വിജൻ പുത്രനായ രുരു ചോദിച്ചപ്പോൾ വിസ്തരിച്ചു പറഞ്ഞതുപോലെ നിങ്ങളുടെ ചോദ്യം കേട്ട് ആദ്യം മുതൽക്ക് ആസ്തികന്റെ സൽക്കഥ ഞാൻ സസന്തോഷം പറഞ്ഞു. ഡുണ്ടുഭത്തിന്റെ ഉക്തിക്രമം കേട്ട് ഭവാൻ വീണ്ടും ചോദിക്കുക കാരണം ധർമ്മിഷ്ഠനായ ആസ്തികന്റെ പുണ്യമായ ചരിതവും ഞാൻ പറഞ്ഞു. ഇത് കേട്ട് അല്ലയോ ബ്രഹ്മൻ, ഭവാൻ തൃപ്തനായി വർത്തിക്കുക.